എന്തൊരു മഴ വെച്ചിട്ടാ, നല്ല മഴയാണ് കേട്ടോ. ഇന്നാണ് നമ്മുടെ പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ തുടങ്ങിയത്. ഇത്രയും ദിവസം മഴക്കാലമാണ് പറഞ്ഞിട്ട് മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചോദിച്ചിരുന്നില്ലേ കോട്ടൺ സാരി കൊണ്ടുവന്നോ ഫാൻസി സാരി കൊണ്ടുവന്നോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കോട്ടൺ സാരി അതേപോലെ തന്നെ ഫാൻസി സാരിയും ടോപ്പും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്കട്ടാ. ഇതൊക്കെ ഫാൻസി സാരിയാണ്. ഇതൊക്കെ നമ്മുടെ ഫാൻസി സാരിയാണ്. അതും ഫാൻസി സാരിയാണ്. ഇത് ഫാൻസി സാരി അല്ല കേട്ടോ. ഇത് നമ്മുടെ എന്താ ഞാൻ കാണിച്ചു തരാത്. ഒന്ന് എടുക്കട്ടെ വെച്ചിട്ടാ. അപ്പോൾ ചുരിദാർ കൊണ്ടുവന്നില്ലേ ചോദിച്ചില്ലേ. ആ ചുരിദാർ കൊണ്ടുവന്നില്ലേ പറഞ്ഞില്ലേ. ചുരിദാർ കൊണ്ടുവന്നേ. ആ ഇത് ഒരേ സൈസ് വ്യത്യാസം ഉണ്ട് കേട്ടോ. കണ്ടോ വരുന്നത്. അപ്പോൾ എന്താ സെറ്റ് മുണ്ട് ഉണ്ട്, സെറ്റ് സാരി ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ടിഷ്യൂവിൻ്റെ ചുരിദാർ കേട്ടോ. നമുക്കിതിൽ എന്താ ചുമപ്പ് പാൻറ് ഇട്ടിട്ട് അത് വേണമെങ്കിൽ ഇടാം. എനിക്ക് ഇവിടുത്തെ ഈ വർക്ക് കണ്ടോ, ഈ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർക്ക് കണ്ടപ്പോൾ എന്നാൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. നമ്മൾ കൂടുതൽ എടുത്തില്ല, ആകെ കുറച്ചേ എടുത്തുള്ളൂ. എങ്ങനെയുണ്ട് ഇതിൻ്റെ എല്ല് മുതൽ XXL വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിന് മെറൂൺ പാൻ്റാണ് വെച്ചാലും ഇടാൻ കാഴ്ചക്ക് നല്ലതില്ലേ. അമ്മുട്ടി നേരെ അടുത്തുകൊണ്ടെന്ന് കാണിക്കുന്ന ഇത് XL ആണ് കേട്ടോ. ഡബിൾ XL. ഇതിൽ കൂടെ ഇങ്ങനെ ചെറിയ വർക്ക് വരുന്നുണ്ട് കണ്ടോ. നല്ല ഷൈനിങ് ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ മോ. കാണാൻ ഇഷ്ടായോ? XL ഉണ്ട്, ഡബിൾ XL ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ തന്നെ ചെറിയ വർക്ക് ഉണ്ട്. പിന്നെ വേറൊരു കഴുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വി കഴുത്ത്. അതെനിക്കത് കുറച്ച് നല്ല രീതിയിൽ ഇറങ്ങി കിടക്കുന്ന കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ. നമുക്കങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചുരിദാർ കൊണ്ടുവന്നില്ലേ പറഞ്ഞില്ലേ. ഇതാട്ടോ ചുരിദാർ കൊണ്ടുവന്നത്. ഇനി നമ്മൾ വേറെ വെറൈറ്റി ആയിട്ടുള്ള ചുരിദാറുകൾ കൊണ്ടുവരും. ഇതിപ്പോ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച് കൊണ്ടുവന്നല്ല. ഇപ്പൊ ആ തുടക്കത്തില് ചുരിദാർ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ കാണിക്കാൻ കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. ഇനി അതിന്റെ നമുക്ക് വലിയ കളക്ഷൻ വരാൻ നിൽക്കണേ ഉള്ളൂ. അപ്പോഴേ ഫാൻസി സാരി കൊണ്ടുവന്നില്ലേ ചോദിച്ചു. ഫാൻസി സാരി കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ചന്ദന കളറുകളോട് ഇല്ലേ ഭയങ്കര ഒരു ഇഷ്ടമാണ്. കണ്ടോ ഫാൻസി സാരിയാണ്. ഇതാണ് മുന്താണിയിൽ വരുന്നത് കേട്ടോ. കണ്ടോ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ മൊത്തം വരുന്നുണ്ട്. പിന്നെ സാരിയിൽ ഫുള്ളും വരുന്നത് ഈ ഒരു ഡിസൈൻ കണ്ടോ, ആലില കണ്ടില്ലേ. ഇതാണ് അപ്പോൾ വരുന്നത് കണ്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന്. അടുത്തത് എടുക്കിച്ചിട്ടാ. ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഫാൻസി സാരി. അപ്പൊ അതെന്താ സാരി? അതാ അത്യാവശ്യം നല്ല വർക്കുള്ള സാരി. പിന്നെ ഇതിനില്ലേ 2 ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതിന് ലൈറ്റും ആയിട്ട് തോന്നുന്നുണ്ട്. ഇതാ കണ്ടോ സാരി. ഇതൊരു സാരി. ഇതിൻ്റെ കണ്ടോ. അതിൻ്റെ തന്നെ പിസ്ത ഗ്രീൻ കണ്ട. ഇതും സെയിം തന്നെയാണ് കേട്ടോ. ഇത് ഗ്രീനാണ് കേട്ടോ. പക്ഷെ ഇത് കാണുമ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു യെല്ലോ ഷെയ്ഡും തോന്നുന്നുണ്ട്, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡും തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ. ഇത് എടുത്ത് കാണിച്ചു തരാം. കവറിന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇതാണ്ടോ. കണ്ടോ നിങ്ങൾക്ക് തോന്നണ കണ്ടില്ലേ. കണ്ടോ. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഒരു മുന്താൻ കണ്ടോ. ഇതാ വർക്കുകൾ കണ്ടോ. മുന്താൻ സെയിം ഫുൾ സെയിം. എന്നിട്ട് ഇത് കൂടെ ഇങ്ങനെ ഡിസൈൻ വന്നിട്ട് കേട്ടോ. സിമ്പിൾ മോഡലാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതേപോലെ ഒരു പിങ്ക് അല്ലല്ല പ്രിന്റിങ് അല്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പിങ്ക് കണ്ട.
ഓ എനിക്ക് ഇഷ്ടമായി സാരി. എങ്ങനെയുണ്ട്? ഏട്ടൻ്റെ ഷർട്ടിൻ്റെ കളർ. ഇതും അതേപോലെ തന്നെ ഒരു ഗോൾഡ് ഷെയ്ഡും വരുന്നുണ്ട്, പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഇതാ. ഇതൊരു എന്താ ഈ കളർ പറയാ? ഈ കളർ മറ്റേ നീല പോലെ തോന്നും. ഇത് ഏതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, എടുത്തപ്പോ വേറെ ഇത് ഉടുത്ത് ഇതാണ്ടോ, അറിയണ്ടോ? വീഡിയോയിൽ അറിയണ്ടോ? ആ ഇതാ ഇതും ഉണ്ട് കേട്ടോ. സത്യം പറയുക എനിക്ക് ഈ സാരി ആ സാരി ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ആ സാരിയാണോ പറഞ്ഞാൽ എൻ്റെ അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. നമുക്കില്ലേ ഇപ്പോൾ എന്താ വീട്ടിലത്തെ അമ്മയും ഇവിടുത്തെ അമ്മയ്ക്കൊക്കെ ആ സാരി എന്ന് പറഞ്ഞപ്പോൾ അത് നല്ല സാരിയാണ്, ഒതുങ്ങി കിടക്കുന്ന സാരിയാണെന്ന് പറഞ്ഞിട്ട് അമ്മമാർക്ക് അത് ഇഷ്ടമായി. എനിക്ക് ഈ സാരി ഇഷ്ടമായി, അതേപോലെ തന്നെ കോട്ടൺ സാരികളൊക്കെ ഇഷ്ടമായി. പക്ഷെ നമുക്കൊരു കളർ ഇഷ്ടം ഉണ്ടാവുമല്ലോ, ഇന്ന കളറ് ഇന്ന സാരി എന്നുള്ളത്. അതന്നെ പാർട്ടി വെയർ ആണ് കേട്ടോ അത്. പിന്നെ ഇതും ഒരു 1.5 മുതലാണ്. ഇതാ കണ്ടോ, ഈ മെറ്റീരിയലിന് എന്തോ പ്രത്യേകത പറഞ്ഞു. എന്താ ഇതും ഇതാ കണ്ടോ, തെങ്ങാണോ വാഴയാണോ എന്താ ഗാഡ്വെല്ലോ സാരിയാണോ? അതിനൊരു മെറ്റീരിയലിന് പ്രത്യേകത ഉണ്ട്, ഗാഡ്വെൽ സാരി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതില് ഇതാണ് കേട്ടോ മുന്താണി വരുന്നത്. ഇവിടെ ഫുൾ വർക്ക് ഇതാ കണ്ടോ, ഫുൾ വർക്കാണ് കണ്ടോ. അല്ല, ഇങ്ങനെയാണ് വർക്ക് വരുന്നത്, വിത്ത് ബ്ലൗസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഈ കൈയോടെ ഇത് തൈ കൈയോടെ വെച്ചോ, ഇനി മെല്ലെ അതിൻ്റെ അടി അങ്ങനെ മടക്കാം. ഞാനിതില്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാരിയില്ലേ ഇതാ മുന്താണിയുടെ ഇത് വരുന്നുണ്ടോ, കണ്ടില്ലേ? ഇതേപോലത്തെ ഡിസൈനൊക്കെ ആയിട്ട് ഇതും എങ്ങനെ പറയാ, നല്ല സെലക്ഷൻ. മോശം പറയാൻ പാടില്ല ഇല്ലേ? അതേ സെയിം ഡിസൈനിൽ വരുന്നതാണ് കേട്ടോ. ഇതാ കണ്ടോ, ഒരു ബ്ലാക്ക് ആയിട്ട് തോന്നും, ശരിക്കും ബ്ലാക്ക് അല്ല കേട്ടോ അത്. അല്ലല്ലോ, അല്ല ബ്ലാക്ക്, ഡാർക്ക് ഗ്രേ ആണ്. എന്താ കണ്ടോ, രണ്ട് ബ്ലാക്ക് ആയിട്ട് നമുക്ക് തോന്നും ലേട്ടാ. ഇതും അതേ ഡാർക്ക് ഗ്രേ. എന്താ ഇതാ ഇതൊന്ന്. പിന്നെ ഇത് കണ്ടോ, ചെറുപയർ കണ്ടോ. ഇതും സെയിം കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, സെയിം ഡിസൈൻ ആണ് കേട്ടോ, സെയിം ആണ്. ഈ തുണി നല്ല സെയിം ആണ്. ഇതാ കണ്ടോ, കളർ ചേഞ്ച് മാത്രം. പിന്നെ ഇതാ ഇതിന്റെ ഈ കളറൊക്കെ നന്നായിട്ടുണ്ട് അല്ലേ? വേണ്ട മറ്റേ നന്നല്ലേ? അതല്ല പറഞ്ഞത്, ഇതൊക്കെ ഒരു ഒതുക്കുള്ള കളറുകളാണ്. എനിക്ക് കടും കളറുകൾ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് കടും കളറുകൾ എന്നല്ലാതെ ഒരുപാട് കടും കളറുകൾ ഇഷ്ടമല്ല. ഇതാ ഈ മഞ്ഞ പോലെ അങ്ങനത്തെ ഒന്നും അല്ലാതെ നല്ല ഒരുപാട്. ഇതും അതേ സെയിം ആണ് കേട്ടോ. അപ്പൊ ഒരുപാട് ഡാർക്കും ഇല്ല, ഒരുപാട് ലൈറ്റും ഇല്ലാത്തൊരു മീഡിയം കളറുകൾ. ഇതും സെയിം ആണ്. പിന്നെ ഇനി ബാ അപ്പുറത്ത് വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ. ഇനി അടുത്ത സാരിയും ഇതേപോലെ തന്നെ. ഇതെന്താ കമ്പനി വന്നത് ഇപ്പോ? അതെ, ഇത് ഹാൻഡ് വർക്കാണ് കേട്ടോ വരുന്നത്. കണ്ടോ കളറുകള്. ഇത് ഷെയ്ഡ് അടിക്കണ്ടേ? ഇതാ. പിന്നെ ഈ സാരി ഒന്ന് നോർത്തി കാണിച്ചു തരാം. ഇല്ല, ഒന്ന് നോർത്തി കാണിച്ചു കൊടുക്കണ്ടേ? ഇതാ കണ്ടോ, മറ്റേത് ഞാൻ ഇട്ട് കാണിച്ചു കൊടുത്തില്ല അല്ലേ? ഇതാ ഇതും ഡബിൾ ഷെയ്ഡ് വരുന്ന സാരിയാണ് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തോന്നണില്ലേ, ഡബിൾ ഷെയ്ഡ് വരുന്ന സാരിയാണ്. ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ. ഞാനത് വെച്ച് കാണിച്ചു തരാം, അപ്പോഴേ അറിയുള്ളൂ. ഇങ്ങനെ വെക്കുമ്പോ അറിയണില്ലേ ഇത്? ഇതും ഇതേപോലെ കണ്ടോ, ഇതേപോലെ കാണിച്ചു കണ്ടില്ലേ?
ഇതും ഫുള്ള് വലിക്കല്ലേ? നമുക്ക് അങ്ങനെ മതി. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായില്ലേ? അതിന്റെ തൊണ്ണല്ലേ തൊണ എന്താ സാരിക്കൊരേണ. അതെ, ഇതും ഷെയ്ഡ് തന്നെ. ഇതും ഷെയ്ഡാണ് വരുന്നത്. ഇതും ദാ ഇതേപോലെ ഇവിടെ വർക്കുകളൊക്കെ വന്ന് കണ്ടോ. ഇതിന്റെ ഉള്ളിക്കൊരു വർക്ക് കിട്ടുന്നില്ലേ? ഉള്ളിലും വർക്കിൻ്റെത്. ഇതും ഡബിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിന്റെ കളറുകൾ ഇതാ ഇതില് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. നമ്മളിപ്പോ കാണിച്ചാലൊന്നും ബ്ലൗസ് ഇല്ലാത്തില്ലല്ലോ? ഇല്ല, എല്ലാം വിത്ത് ബ്ലൗസ് ഉള്ളതാ. കണ്ടോ അടുത്ത കളറ് ഇതാ. സംഭവം പേടിച്ചിട്ട് അങ്ങനെ ഇത്ര നേരം തോളിലിടാതിരുന്നിട്ടോ. മടക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലിവാലായി. ഇതും അതേ സെയിം ആണ്. കളറ് കാണിച്ചു തന്നോന്നേലൂ കേട്ടോ. ചിലവര് ടി വിയിലൊക്കെ വീഡിയോ കാണുന്ന കൂട്ടുകാരില്ലേ, കൂട്ടുകാരും അമ്മമാരും ചേച്ചിമാരൊക്കെ അവർക്ക് വ്യക്തമായിട്ട് കാണില്ല, ഒന്ന് പ്രസി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടോ. പേടിച്ചിട്ടാണ്. കാരണം എന്താണെന്നറിയോ, ഒരു സാരി തന്നെ നമ്മളങ്ങനെ അങ്ങോട്ടും ഇട്ടിട്ട് അത് കേട് വന്നു, ചുളിഞ്ഞു പോയിട്ടോ. അപ്പൊ ഈ മടക്കിന്റെ ഈ ഷേപ്പ് കിട്ടിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് അത് തരുമ്പോ നമുക്കൊരു ഭയങ്കര വിഷമ അല്ലേ കേട്ടോ. ഇതൊക്കെ ഡെയിലി ടീച്ചർമാർക്ക് പറഞ്ഞ പോലെ, ടീച്ചർമാർക്കല്ല ജോലി ചെയ്യുവാണോക്കൊക്കെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ സാരി കേട്ടോ. ഉടുത്തു കഴിഞ്ഞാൽ ടെക്ക് നടക്കും. ഒരുപാട് ആഡംബരമില്ല, പക്ഷെ കാണുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടേനല്ലേ. പിന്നെ ഇതും ഡബിൾ ഷെയ്ഡ്. ഇതെല്ലാം ഡബിൾ ഷെയ്ഡ് തന്നെ കേട്ടോ. അതിനേക്കാട്ടിലും ഒന്നും കൂടി അല്ല, ഏത് സാരി കാണുമ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ, അതിനേക്കാളിലും നല്ലത് എന്നുള്ളത്. കണ്ടോ നമുക്ക് ഈ നീലയും പച്ചയോടും പ്രത്യേക ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ അല്ല ഇത് കളറും കാണാഴ്ചക്ക് നല്ലതാണ്. നമ്മൾ ഈ ചില കൂട്ടുകാർക്ക് ഉദിച്ച കളറുകളായിരിക്കും ഇഷ്ടമുണ്ടാവുക. കണ്ടോ ഈ വർക്കുകളൊക്കെ സെയിം ആണ് കേട്ടോ. സെയിമില് ഒരു 5 കളറുകൾ പല്ലേ. വേഗം ഇങ്ങനെ പറയാ. ഇതും ഇതൊരു എങ്ങനെയാ പറയാ, ഗോൾഡൻ നല്ലൊരു കളർ അല്ലേ. ചിക്കു എന്താ ഓണത്തിനൊക്കെ ഉടുക്കാൻ പറ്റിയ സാരിയാണ്. കളറും കണ്ടോ, ഇതിന്റെ ഈ ഒരു കളറും ഉണ്ട്. പിന്നെ വേറെ നമ്മുടെ വേറെ ഒരു സാരി കാണിച്ചതില്ലേ നേരത്തെ, ഫാൻസി സാരി, ആ സാരിയിലും ഇതേ ഒരു കളർ ഉണ്ട് അല്ലേ. ഇതല്ലേ ഇഷ്ടായില്ലേ? ഇതെങ്ങനെയുണ്ട്? പിന്നെ ഇതിന്റെ മുന്താണി വരുന്നത് കണ്ടോ. ഈ ഒരു കളറാണ് മുന്താണി വരുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കളറ് വരുന്നുണ്ട്. പക്ഷെ ഈ സാരിയില്ലേ കാണാൻ എന്നെയും കൂടി പേടിപ്പിക്കുകയാണ് ചേട്ടൻ. കണ്ടോ മുന്താണി വരുന്നത് കേട്ടോ. അപ്പോ ഇത് കണ്ടോ, നമുക്കൊരു പേടി പറഞ്ഞ പോലെ അല്ലേ. പിന്നെ ഇതെങ്ങനെയുണ്ട് സാരി? ഇത് നന്നായിട്ടില്ലേ? ഇതും കോട്ടൺ സാരിയാണ്. ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കും കേട്ടോ. നമ്മള് ഷിഫോൺ സാരി ഒന്നും ഉടുത്തിട്ടില്ല കേട്ടോ. അത് നമ്മൾ എന്ത് വിചാരിച്ചെന്നറിയോ, അടുത്തതില് കാരണം കോട്ടൻ്റെ എടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോട്ടൻ്റെ എടുത്തു. പിന്നെ ഇതും വേറൊരു സാരി കണ്ട മുന്താണി ഈ ഒരു നമ്മൾ ഇന്നലെ സാരി കാണിച്ചപ്പോ ഫസ്റ്റ് കാണിച്ചായിരുന്നു മാമ്പഴത്തിന്റെ ആ കളറിനെ ഫീൽ ചെയ്യുന്ന ഒരു കളർ കേട്ടോ. ഏറ്റവും കൂടുതൽ അന്വേഷണം വന്നൊരു കളറാണ് ഈ കളർ. അത് ശരിയാ. എന്നാ കിച്ചുട്ടാ, എൻ്റെ കിച്ചുട്ടനാണ് അവിടെ അനിയനും. ഇത് അടിപൊളി കളർഫുൾ സാരി. കണ്ടോ ഇതിന്റെ കളർ മുറിച്ച് അവർക്ക് കളർ മാറ്റുണ്ടല്ലേ. കണ്ടോ മുന്താണിയുടെ അവിടെ കളർ വ്യത്യാസം കണ്ടില്ലേ. ഈ കള്ളി കുറച്ച് നീളം കൂടിയിരിക്കുക, അത്രയേ ഉള്ളൂ.
ഇത് സ്ക്വയർ കള്ളി, അവിടെ കിട്ടിയത് നീളം കള്ളി. നീളം കള്ളിന്ന് മാത്രം. എന്താ ഈ സാരിയും കളർഫുൾ ആയിട്ട് ഇരിക്കണില്ലേ അല്ലേ? പിന്നെ നന്നായിട്ടുണ്ട്. പേസ്റ്റൽ കളേഴ്സ്. ഇതാ ഇതെങ്ങനെയുണ്ട് ഈ കളറ്? ഇതെങ്ങനെയുണ്ട്? ഇത് കളർ നോക്കണ്ടേ, കാണിച്ചു കൊടുക്കണ്ടേ? നോർത്തി കാണിച്ചണ്ട്. ഇതിനിതാ ഈ ഒരു വർക്ക് വരുന്ന കളറാണ് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ മുന്താണിയുടെ അവിടേക്ക് ഈ ഒരു വർക്ക് തന്നെയാണ് വരുന്നത്. ഫുൾ ഈ വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഞാൻ വെച്ച് കാണിച്ചാൽ പുതുപ്പില്ലേ കാണുമ്പോൾ? ഇതാണ് കേട്ടോ. ഇതാണൊന്ന് സതിട്ടോ, നേരെ വടക്ക്. നേരെ ഇനി അമ്മുട്ടി ഇതാ ഇതിൻ്റെ വേറൊരു കളർന്നുണ്ടോ. പിന്നെ ഇത് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കണ്ടോ, കോള് പോലെയാണ്. പിന്നെ അതേ സെയിം അതിൻ്റെ പോലെ തന്നെ ഇതാ നൂർത്തി കാണിച്ചു തന്നിട്ടില്ലെങ്കിലും ഇതാ കണ്ടോ, വിത്ത് ബ്ലൗസ് വരുന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ നൂർത്തി കാണിച്ചു തരാം, അപ്പം തന്നെ വന്നിട്ട് മടക്ക് കേട്ടോ, ഇല്ലെങ്കിൽ മടക്ക് ഇതായാലോ വിചാരിച്ചിട്ട് ഇതാ വരാൻ പാടില്ലേ. തുണിയിലങ്ങനെ ഒലച്ചിലില്ലാതെ കിട്ടിയില്ലെന്ന് പറഞ്ഞാല് എന്തായാലും അത് കൊറിയർ പോകുമ്പോഴേക്ക് അല്ലേ? അതിങ്ങനെ ഫോണിൽ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇത് ഫോണിൽ കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും ഹൗസ് വാമിങ്ങിന് കിട്ടുന്ന കളറായിരുന്നു സത്യം അല്ലേ? എന്താ ഇതും സെയിം ആണ് കേട്ടോ. ഇത് ചിക്കു കളറാ, പിസ്ത അല്ലേ? പിസ്ത ഗ്രീൻ. ചിക്കു അല്ല, ചിക്കു. ഇത് ഇതിൽ വരുന്നുണ്ടല്ലോ ഈ ഒരു വർക്കും അതേ സെയിം വർക്കാണ് കേട്ടോ. ഇതും സെയിം ആണ്. ഏതിൻ്റെ? അതാ സെയിം ആണ്. അതാ കളർ മാറ്റം മാത്രം. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇത്. ഇതിലാണ് ശരി, എല്ലാത്തിലും ഉണ്ട്. ഇതാ വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഫാൻസി സാരി കാണിക്കുമോ ചോദിച്ചില്ലേ? ഫാൻസി സാരി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ വേഗം വന്നിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിക്കോളൂ അല്ലേ? നമുക്ക് അടുത്ത സ്റ്റോക്ക് കാണിക്കാം. എന്നിട്ട് വേണം അടുത്ത സ്റ്റോക്ക് കാണിക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഈ ഫാൻസി സാരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത് കേട്ടോ. കാരണം നമുക്കേ ഇഷ്ടമായി. ഇഷ്ടമാതിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം അല്ലാതെ നമ്മൾ അങ്ങനെ തെരഞ്ഞെടുത്താണല്ലോ. കുറേ നേരം നമ്മൾ ഓരോ കെട്ട് കൊണ്ടുവരുന്നല്ലോ, തെരഞ്ഞെടുത്തല്ലേ. അതിന്റെ ഒരു ഭംഗി പ്രത്യേകം അറിയുന്നുണ്ട്. 730 635 19 54 എന്നാണ് കേട്ടോ നമ്മുടെ 54 എന്നാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ കേട്ടോ. കുറേ അമ്മമാര് കൂട്ടുകാരും ചോദിച്ചിരുന്നു, ചേച്ചി വാട്സപ്പ് നമ്പർ എന്താ ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോ കമന്റിന്റെ താഴെ നമുക്ക് പറയാൻ പറ്റണില്ല. അപ്പൊ അത് കാരണമാണ് നമ്മൾ വാട്സപ്പ് നമ്പർ പിന്നെയും പറയുന്നത്. 730 635 19 54 കേട്ടോ. അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. വേഗം കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് സെലക്ഷൻ ഇഷ്ടമായോ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമുക്ക് എല്ലാ അതിലുള്ള ഫുൾ കളക്ഷൻ ഇട്ട് കൊടുക്കാം. എല്ലാ സാധനങ്ങളും ഇട്ടു. ഏതാണ് ഇഷ്ടപ്പെട്ടതൊന്ന് തിരിച്ചയച്ചാൽ മതി. അപ്പോൾ കൂട്ടുകാര് നമ്പർ അറിയില്ല എന്നൊന്നും പറയരുത്. നമ്മളിത് കാരണം എഴുതിയിട്ട് ചിലർ കണ്ടിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ പിന്നെയും പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, സെലക്ഷൻ ഇഷ്ടമായോ എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പോഴേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് അതേപോലെ തന്നെ നമ്മൾ ഇന്നാണ് നമ്മൾക്ക് എങ്ങനെ പറയുക, ആദ്യമായിട്ട് നമ്മളൊന്ന് കൊറിയർ അയച്ചു. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം നമ്മൾ
നമ്മുടെ ആദ്യമായിട്ട് ഡെലിവറി പോയതാണ് ഇപ്പൊ ഇന്ന്. ആ ടീച്ചർ നമ്മൾ ഫസ്റ്റത്തെ കണ്ണൂരത്തെ ചേച്ചി എന്താ ടീച്ചർ എന്ന് പറയുന്ന ചേച്ചി നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി, എന്താ പറയുക, നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് വാങ്ങിയത്, പക്ഷെ ഞാൻ ഫസ്റ്റ് ആവുന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നമുക്കും കാരണം ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണതിന്. ചിലവരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് പറയും പൈസ ഇല്ല അതുകൊണ്ട് വാങ്ങാത്തതെന്നൊക്കെ. നമുക്കറിയാം അതൊന്നും വിഷയമില്ല. അത് നമ്മള് അങ്ങനെ നോക്കിയിട്ട് ആരും സങ്കടപ്പെടേണ്ട കാര്യം. കാരണം നമ്മളിത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. നമ്മള് ഒരു ശ്രമം നടത്തുക, അപ്പൊ അതില് പറ്റുന്നവർക്ക് പറ്റുന്നത് പോലെ ചെയ്യുക, അത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരും വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണം. ഇനി ഇതിലേക്ക് സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. അപ്പൊ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും നാളെ നമുക്ക് ഇനി വാങ്ങാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ചുരിദാർ വേണ്ടവർ ചുരിദാർ വാങ്ങിക്കോളൂ, അതേപോലെ തന്നെ സാരികൾ വേണ്ടവർ സാരികൾ വാങ്ങിച്ചിട്ട് വരും. ഈ സാരികളുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേയുള്ളൂ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, പഠിച്ചു വരുന്നേയുള്ളൂ. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കുന്ന രീതിയിലല്ലാണ്ട് ഇതിന്റെ ഓരോന്നിന്റെ മെറ്റീരിയലിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് നമുക്ക് ഇപ്പോഴും അറിയില്ല. നമുക്ക് കച്ചവട രീതിയിലൊന്നും നമുക്ക് പറയാൻ അറിയില്ല. നമ്മള് വാങ്ങുന്നു, നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടി. പിന്നെ നമ്മളത് വാങ്ങുന്നു, നമ്മളത് കൊറിയർ ചാർജും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മളിതൊരു ബ്രാൻഡായിട്ട് കാണിക്കുക, ബ്രാൻഡായി എടുക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മളിതിൽ ലാഭമോ അല്ലെങ്കിൽ അതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇറക്കുക, അതേമാതിരി നല്ല രീതിക്ക് സർവീസ് ചെയ്യുക, നല്ല രീതിക്ക് സെയിൽ ചെയ്യുക, നല്ല രീതിക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ല നമ്മളിപ്പോൾ ലാഭമല്ല, നമ്മളിതിൽ ഒരു ലാഭം പ്രതീക്ഷിക്കുന്നില്ല, എടുക്കുന്നില്ല. അല്ല, അത് ഞാൻ പറയട്ടെ, നിങ്ങൾ സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, അതേപോലെ നമ്മൾക്ക് നിങ്ങളോട് ചോദിക്കാനും പറ്റണത്. അല്ലെങ്കിൽ നമുക്കത് പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്താ ഓണക്കോടി, എന്താ പറയാ, ഓണക്കോടിയോടൊപ്പം ഒരു 1.5 കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് സന്തോഷത്തോടെ എന്താ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും കൊണ്ടാണ് നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ, കാരണം നമ്മൾ സാധാരണ നാട്ടിൻപുറത്തെ ആൾക്കാർ നിങ്ങളുടെ മുമ്പിലെത്തി, നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ സപ്പോർട്ട് ചെയ്തതിന്റെ ഫലം ചില്ലറയില്ല. നമ്മുടെ ഈ ഓണത്തിന് നമ്മുടെ ഫാഷന്റെ ഓണക്കോടി എടുത്തിട്ട് കുറെ ഭാഗത്ത് കൂടെ ഉണ്ടാവുക എന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ അതിലാകെ മെയിനായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യം നമ്മളിതിൽ ലാഭം ഒരു മാർക്കറ്റ് കച്ചവടം ഒന്നുമില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ രീതിക്കല്ല. പിന്നെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നല്ല മാക്സിമം നല്ല ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. വ്യത്യസ്തത എന്താ അത് നമ്മൾ അന്വേഷിച്ച് ഓടുന്നുണ്ട്. ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സത്യം പറയുകച്ചാല് കുറച്ച് വീഡിയോസ് എടുക്കാനും നമുക്ക് കുക്കിംഗ് വീഡിയോസ് കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. ഇന്നലെയൊക്കെ പറഞ്ഞാൽ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരക്ക് തന്നെയായിരുന്നു. ഇന്നിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓരോ തിരക്കുകൾ കൂടെ ഓടുകയാണ് കേട്ടോ. നല്ല നല്ല സാധനങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് മൊത്തത്തിലിപ്പോൾ. ഓണല്ലേ, അതിൻ്റെ ഇടയിൽ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ല സാധനങ്ങൾ, ഏറ്റവും ക്വാളിറ്റി ഉള്ളത്, മറ്റൊന്നുപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ട്രെൻഡിങ്ങിന്റെ ഒപ്പം ഓടുന്നുണ്ട് നമ്മൾ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഓണക്കോടി വാങ്ങാൻ ആർക്കെങ്കിലും സാധിക്കാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളില്ലേ ബാക്കി ഉണ്ടെങ്കിൽ അല്ലേ എന്താ അവർക്ക് നമ്മൾ ഓണക്കോടി തരും കേട്ടോ. എന്താ നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ തരും. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സമയത്ത് നമുക്കൊരു ഓണക്കോടി കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പുതിയൊരു ഡ്രസ്സ് കിട്ടാനൊക്കെ നമ്മൾ കുതിച്ച ഓരോ സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ കൂട്ടുകാർ. അപ്പം നമ്മളില്ലേ നമ്മളൊരു എന്താ എങ്ങനെ പറയുക, ഒരു പടിയെങ്കിൽ ഒരു പടി എല്ലാ രീതിയിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റുന്ന അർഹത ഉള്ളവർക്ക് എന്തായാലും നമ്മൾ ചെയ്യാതിരിക്കില്ല കേട്ടോ. അപ്പോൾ നാളെ കാണാം. വേഗം ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യൂട്ടോ.